നമസ്കാരം. വാർത്താ നേരത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. വിഖ്യാത ഗായിക ഗാനകോകിലം എസ് ജാനകി അന്തരിച്ചു. 88 വയസ്സായിരുന്നു. സെന്റ് ആന്റണീസ് പള്ളി കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഈ വർഷം SSLC +2 പരീക്ഷയിൽ എല്ലാ വിഷയങ്ങളിലും ഫുൾ A+ നേടിയ പുത്തൻപീടിക ഹയർ സെക്കൻഡറി സ്കൂളിലെയും ഇടവകയിലെയും വിദ്യാർത്ഥികളെ ആദരിച്ചു. കയ്പമംഗലം പനമ്പിക്കുന്നിൽ ദേശീയപാതയിൽ KSRTC ബസ് ബൈക്കിലിടിച്ചുണ്ടായ അപകടത്തിൽ ബൈക്ക് യാത്രികന് ഗുരുതരമായി പരിക്കേറ്റു. ഗുരുവായൂരിൽ 65-കാരിയെ കിണറ്റിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ 2 പേർ പിടിയിൽ. വാർത്തകൾ വിശദമായി. വിഖ്യാത ഗായിക ഗാനകോകിലം എസ് ജാനകി അന്തരിച്ചു. 88 വയസ്സായിരുന്നു. 5 പതിറ്റാണ്ടിലേറെ നീണ്ട സംഗീത സബരിയിൽ മലയാളം, തെലുങ്ക്, തമിഴ്, കന്നഡ, ഹിന്ദി ഉൾപ്പെടെ 20-ലധികം ഭാഷകളിൽ 10,000-കണക്കിന് ഗാനങ്ങളാണ് എസ് ജാനകി ആലപിച്ചിട്ടുള്ളത്. മലയാളത്തെ സ്വരമാധുര്യം കൊണ്ട് സമ്പന്നമാക്കിയ ജാനകി അമ്മയ്ക്ക് പ്രണാമം. സെന്റ് ആന്റണീസ് പള്ളി കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഈ വർഷം SSLC +2 പരീക്ഷയിൽ എല്ലാ വിഷയങ്ങളിലും ഫുൾ A+ നേടിയ പുത്തൻപീടിക ഹയർ സെക്കൻഡറി സ്കൂളിലെയും ഇടവകയിലെയും വിദ്യാർത്ഥികളെ ആദരിച്ചു. മികച്ച വിജയം കൈവരിച്ച സ്കൂളിന് അനുമോദിക്കൽ, വിശ്വാസ പരിശീലനത്തിൽ 1 മുതൽ ACC വരെയുള്ള ക്ലാസ്സിൽ 1-ാം സ്ഥാനം കരസ്ഥമാക്കിയവരെ ആദരിക്കൽ, ഇടവകയിൽ നിന്നും മറ്റു മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെ വിൻസി പുലിക്കോട്ടിൽ മെമ്മോറിയൽ പുരസ്കാരം നൽകിയും, സയൻസിലും ഹ്യൂമാനിറ്റീസിലും സ്കൂൾ ടോപ്പർമാരായ വിദ്യാർത്ഥികൾക്ക് 5,001 രൂപയും ട്രോഫിയും, ഡോക്ടർ ഫിലോമിന ചിറയത്ത് മെമ്മോറിയൽ പുരസ്കാരം നൽകി ഗ്രാജുലോസിയോ 2026 നടത്തി. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ഗ്രാജുലോസിയ 2026 അനുമോദന സദസ്സിൽ കത്തോലിക്ക കോൺഗ്രസ് പ്രസിഡന്റ് ആൻഡോ തൊറയൻ അധ്യക്ഷത വഹിച്ചു. ഫെറോന വികാരി റവറൻ ഫാദർ ജോബ് വടക്കൻ ഗ്രാജുലാസിയ 26 ഉദ്ഘാടനം ചെയ്തു. ഇടവക വികാരി റവറൻ ഫാദർ റാഫേൽ മുത്തുപീടിക വിൻസി പുലിക്കോട്ടിൽ മെമ്മോറിയൽ പുരസ്കാര വിതരണവും അതിരൂപത കത്തോലിക്ക കോൺഗ്രസ് ഡയറക്ടർ റവറൻ ഫാദർ ഫ്രാൻസിസ് പുളിക്കുന്നത്ത് ഡോക്ടർ ഫിലോമിന ചിറയത്ത് പുരസ്കാര വിതരണവും നടത്തി. ഫാദർ ബിബിൻ പടന്നമാക്കിൽ അതിരൂപത ഏജൻസിയിൽ 1-ാം സ്ഥാനം കരസ്ഥമാക്കിയ പുത്തൻപീടിക ഹയർ സെക്കൻഡറി സ്കൂളിനും SSLC പരീക്ഷയിൽ 100% വിജയം കരസ്ഥമാക്കിയ ഹൈസ്കൂളിനും പുരസ്കാരം നൽകി. ഫിലോസഫിയിൽ ഡോക്ടറേറ്റ് കരസ്ഥമാക്കിയ ഡോക്ടർ ലിൻഡോ പി ആൻഡോയെയും വിശ്വാസ പരിശീലന പരീക്ഷയിൽ അതിരൂപതാ തലത്തിൽ 12, 13 റാങ്ക് കരസ്ഥമാക്കിയ മെജോൾ എലൈഷ എന്നിവരെയും ചടങ്ങിൽ അനുമോദിച്ചു. വിശ്വാസ പരിശീലനത്തിൽ 1-ാം ക്ലാസ് മുതൽ ACC വരെ 1-ാം സ്ഥാനം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെയും അനുമോദിച്ചു. പാതുവ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ സിസ്റ്റർ ഹേമ, കത്തോലിക്ക കോൺഗ്രസ് സെക്രട്ടറി പോൾ PA, വൈസ് പ്രസിഡന്റ് AC ജോസഫ്, കൈക്കാരൻ ആന്റണി AO, വിശ്വാസ പരിശീലന പ്രധാന അധ്യാപകൻ സ്റ്റാർലിൻ ഷിൻഡോ, ലൂയിസ് താണിക്കൽ, ആൽഡ്രിൻ ജോസ് എന്നിവർ നേതൃത്വം നൽകി. ശ്രീ വിൻസേട്ടൻ നമ്മളിൽ നിന്ന് മൺമറഞ്ഞു പോയിട്ട് അദ്ദേഹം കൂടെ കാത്തലിക് യൂണിയന്റെ പ്രസിഡന്റായിരുന്നു, ഇവിടുത്തെ തിരുനാൾ കമ്മിറ്റിയുടെ കൺവീനർമാരായിരുന്നു. അങ്ങനെയൊക്കെ ഒട്ടനവധി പള്ളിയുമായി ബന്ധപ്പെട്ട് നിന്നിരുന്ന ആളാണ്. അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്കായിട്ട് കുറച്ച് പുരസ്കാരം നമ്മൾ ഇവിടെ വിതരണം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഇവിടുത്തെ ഡോക്ടർ ഫിലോമിന ചിറയത്തിന് ഏർപ്പെടുത്തിയ ഉദാരമതികളായ ആളുകളെ സ്നേഹപൂർവ്വം ഓർക്കുന്നു. വളരെ പ്രത്യേകിച്ച് ആരുടെ സ്മരണാർത്ഥങ്ങൾ നടത്തുന്നു വിൻസി പുലിക്കോട്ടിൽ ഡോക്ടർ ഫിലോമിന ചിറയത്തിൻ്റെ ആദരവോടെ ഓർക്കുന്നു, അഭിനന്ദിക്കുന്നു. ഈ പുരസ്കാരങ്ങളെല്ലാം പ്രവർത്തിക്കുകയും ചെയ്ത കത്തോലിക്ക കോൺഗ്രസിന്റെ ഈ പുത്തൻപീടിക യൂണിറ്റ് അംഗങ്ങളുണ്ട്, ഭാരവാഹികളുണ്ട്. അതുപോലെ അതിന് പിന്തുണച്ച ശ്രീ വിൻസി. കയ്പമംഗലം പനമ്പിക്കുന്നിൽ ദേശീയപാതയിൽ KSRTC ബസ് ബൈക്കിലിടിച്ചുണ്ടായ അപകടത്തിൽ ബൈക്ക് യാത്രികന് ഗുരുതരമായി പരിക്കേറ്റു. കാലിന് ഗുരുതര പരിക്കേറ്റ മലപ്പുറം നേരമംഗലം സ്വദേശി ഉണ്ണികൃഷ്ണനെ ഹാർട്ട്സ് ബീറ്റ്സ് ആംബുലൻസ് പ്രവർത്തകർ കൊടുങ്ങല്ലൂർ AR ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. രാവിലെ 11 മണിയോടെയായിരുന്നു അപകടം. ഗുരുവായൂരിൽ നിന്ന് എറണാകുളത്തേക്ക് പോവുകയായിരുന്ന KSRTC ബസ് കാളമുറി മേൽപ്പാലം ഇറങ്ങിയ ശേഷം പെട്ടെന്ന്
വലതുവശത്ത് സർവീസ് റോഡിലേക്ക് തിരിയുന്നതിനിടെയാണ് വഴിയമ്പലം മേൽപ്പാലം വഴി ഇറങ്ങി വന്ന ബൈക്കിൽ ഇടിച്ചതെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. തെറ്റായ ദിശയിലേക്ക് ബസ് എടുത്തതാണ് അപകട കാരണമെന്ന് നാട്ടുകാർ പറഞ്ഞു. ഇടിയുടെ ആഘാതത്തിൽ ബൈക്ക് യാത്രികന് കാലിന് ഗുരുതര പരിക്കേറ്റു. അപകടം നടന്ന ഉടൻ ബസ് ഡ്രൈവർ വാഹനത്തിൽ നിന്ന് ഇറങ്ങി ഓടി. സംഭവം അറിഞ്ഞ് കയ്പമംഗലം പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. ഗുരുവായൂരിൽ 65-കാരിയെ കിണറ്റിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ 2 പേർ പിടിയിൽ. ചേലക്കര സ്വദേശിയായ 65-കാരിയായ സന്താനവല്ലി കൊല്ലപ്പെട്ട സംഭവത്തിലാണ് 2 പേർ അറസ്റ്റിലായത്. പെരുമ്പാവൂർ സ്വദേശി സുരേഷ് കുമാറും കൂട്ടാളിയുമാണ് പിടിയിലായത്. കർണൻകോട് റെയിൽവേ ഗേറ്റിനു സമീപമാണ് വയോധികയെ കൊലപ്പെടുത്തി കിണറ്റിൽ തള്ളിയത്. റെയിൽവേ ഗേറ്റിനു സമീപത്തെ വാടക വീട്ടിൽ കിണറ്റിൽ ശനിയാഴ്ച രാത്രി 11 മണിയോടെയാണ് മൃതദേഹം കണ്ടെത്തിയത്. ഗുരുവായൂർ ക്ഷേത്ര പരിസരത്തായിരുന്നു ഇവർ താമസിച്ചിരുന്നത്. മൃതദേഹത്തിന് ഏകദേശം 3 ദിവസത്തെ പഴക്കമുണ്ടെന്നാണ് നിഗമനം. കഴുത്തിൽ കല്ല് കെട്ടി താഴ്ത്തിയ നിലയിലായിരുന്നു മൃതദേഹം. സുരേഷ് കുമാറും സുഹൃത്തും ചേർന്ന് മദ്യപിക്കുന്നതിനിടെ പ്രതി കുറ്റം സമ്മതിക്കുകയായിരുന്നു. തുടർന്ന് സുഹൃത്ത് പോലീസിൽ വിവരമറിയിച്ചു. പോലീസും ഫയർഫോഴ്സും സ്ഥലത്തെത്തി നടത്തിയ തിരച്ചിലിലാണ് മൃതദേഹം കണ്ടെത്തിയത്. ബലാത്സംഗ ശ്രമത്തിനൊടുവിലാണ് കൊലപാതകം നടന്നതെന്നാണ് പോലീസിന്റെ നിഗമനം. പെരിഞ്ഞനം സർവീസ് സഹകരണ ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ ദിശ 2026 പ്രതിഭാതരം പരിപാടി സംഘടിപ്പിച്ചു. കഴിഞ്ഞ അധ്യയന വർഷം SSLC, +2, LSS, USS, NMMS, ന്യൂമാറ്റിക്സ് പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ കേശ് അവാർഡ് നൽകി അനുമോദിച്ചു. പെരിഞ്ഞനം ഗവൺമെന്റ് UP സ്കൂളിൽ നടന്ന ചടങ്ങിൽ KK വത്സരാജ് MLA ഉദ്ഘാടനം ചെയ്തു. പെരിഞ്ഞനം സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് KS ദിലീപ് കുമാർ അധ്യക്ഷനായി. വിദ്യാഭ്യാസ വിദഗ്ധൻ ഡോക്ടർ TP സേതുമാധവൻ കരിയർ ഗൈഡൻസ് ക്ലാസ് നയിച്ചു. മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് TK രമേശ് ബാബു, പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TK രാജു, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ സുജിത സലീഷ്, അഡ്വക്കേറ്റ് ഷീബ മുരളി, ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ KA കരീം, സ്മിത സന്തോഷ്, ഗോപിനാഥൻ തെക്കോട്ട്, ബാങ്ക് സെക്രട്ടറി AM സൗമ്യ, വൈസ് പ്രസിഡന്റ് TB ഷാജി, ഡയറക്ടർമാരായ രവീന്ദ്രൻ കളപ്പുരക്കൽ, മൃദുല ഗിരീഷ്, അബ്ദുൾ ഷാഹിർ, സുരേഷ് പള്ളായി തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ സംസാരിച്ചു. ഒരവസരമാണ് വർത്തമാനകാലത്ത്. വിവിധ വിഷയങ്ങൾ അതിന്റെ സ്വാഭാവികമായും അതിന്റെ ഉപവിഷയങ്ങൾ അതിന്റെ സമസ്തിയെ പഠനത്തിന്റെ തന്നെ ശാഖകൾ സ്പെഷ്യലൈസ് ചെയ്യുന്ന രീതികൾക്ക് കാലോചിതമായി ആ വിഷയങ്ങൾ അനുഭവം നൽകുന്ന സപ്പോർട്ടും അവര് വിദ്യാഭ്യാസ സ്ഥാപനവും അതുപോലെ തന്നെ അവിടുത്തെ അധ്യാപകരും നൽകിയ പിന്തുണയും പഠനത്തിൽ അവരെ സഹായിക്കുന്ന പ്രവർത്തനങ്ങളൊക്കെ ഇത്തരത്തിൽ ഉന്നതമായ വിജയം കരസ്ഥമാക്കുന്നതിന് ഇടയാക്കിയിട്ടുണ്ട് എന്ന് നമുക്കറിയാം. താല്പര്യമില്ലാത്ത കോഴ്സുകൾക്ക് ചേരുന്നവരുടെ എണ്ണം അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ജീവിതത്തിലെ വിജയം പ്രധാനമായും 2 കാര്യങ്ങളെയാണ് ആശ്രയിച്ചിരിക്കുന്നത്: ദ റൈറ്റ് ചോയ്സ് ആൻഡ് ദ റൈറ്റ് ഇൻവോൾവ്മെന്റ്. നിങ്ങൾ എന്ത് തിരഞ്ഞെടുക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്ത് തിരഞ്ഞെടുക്കുന്നു എന്നുള്ളത് വളരെ അപ്രോപ്രിയേറ്റ് ആയിരിക്കണം. അതായത് നിങ്ങൾക്ക് താല്പര്യം. മതിലകത്ത് അഖില കേരള അണ്ടർ-19 വോളിബോൾ ടൂർണമെന്റ് സംഘാടക സമിതി രൂപീകരിച്ചു. അഖില കേരള അണ്ടർ-19 വോളിബോൾ ടൂർണമെന്റ് ആഗസ്റ്റ് 28, 29, 30 തീയതികളിൽ മതിലകത്ത് സംഘടിപ്പിക്കാൻ തീരുമാനമായി. കോസ്മോസിന്റെ ആതിഥേയത്വത്തിൽ മതിലകം സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ചേർന്ന സംഘാടക സമിതി രൂപീകരണ യോഗത്തിലാണ് തീരുമാനം. ടൂർണമെന്റിനായി കായിക വകുപ്പ് മന്ത്രി OJ ജനീഷ് മുഖ്യ രക്ഷാധികാരിയായും KK വത്സരാജ് MLA ചെയർമാനായും ഹംസ വൈ പിപ്പാടത്ത് ജനറൽ കൺവീനറായും മുൻ MLA E.T. ടൈസൺ ചീഫ് കോർഡിനേറ്ററായും സംഘാടക സമിതി രൂപീകരിച്ചു. മേളയുടെ സുഗമമായ നടത്തിപ്പിനായി വിവിധ സബ് കമ്മിറ്റികൾക്കും രൂപം നൽകി. സംഘാടക സമിതി രൂപീകരണ യോഗം KK വത്സരാജ് MLA ഉദ്ഘാടനം ചെയ്തു. കോസ്മോസ് പ്രസിഡന്റ് VK മുജീബ് റഹ്മാൻ അധ്യക്ഷത വഹിച്ചു. മുൻ MLA E.T. ടൈസൺ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് TK രമേശ് ബാബു, സ്കൂൾ മാനേജർ ഫാദർ ജോൺസൺ, CS രവീന്ദ്രൻ, സ്പോർട്സ് കൗൺസിലർ പ്രസിഡന്റ് സാംബശിവൻ, സെക്രട്ടറി സാലി ലൂയിസ്, കോഓർഡിനേറ്റർ ഹംസ വൈ പിപ്പാടത്ത് എന്നിവർ സംസാരിച്ചു. മതിലകം സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂൾ, കാദിക്കോട് അൽ അഖ്സ പബ്ലിക് സ്കൂൾ, കാദിക്കോട് ജവഹർ ലൈബ്രറി ഗ്രൗണ്ട് എന്നിവിടങ്ങളിലായാണ് മത്സരം നടക്കുക. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 28 ടീമുകൾ ടൂർണമെന്റിൽ പങ്കെടുക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. ഓപ്പൺ ജില്ലയിലെ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ടാണ് ഇന്നത്തെ ആദ്യത്തെ ദിവസം തന്നെ ആരംഭിച്ചത്. രണ്ടാമത് ഇവിടെ സൂചിപ്പിച്ചതുപോലെ കളിയിടങ്ങളെ സംബന്ധിക്കുന്ന ഒരു സെമിനാർ മതിലകം ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചതിൽ പങ്കെടുക്കാൻ
അവസരം ലഭിക്കുകയുണ്ടായി. നമ്മുടെ ഈ വിദ്യാലയത്തിൻ്റെ പൂർവ്വ വിദ്യാർത്ഥി സംഘടന എന്ന നിലയ്ക്ക് കോസ്മോസ് ഒരുപാട് പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ട് സജീവ സാന്നിധ്യം അറിയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംവിധാനമാണ്. ആ ഒരു സാഹചര്യത്തിലാണ് വോളിബോൾ ടെക്നിക്കൽ കമ്മിറ്റി നമ്മെ അറിയിക്കുന്നത്. ആൻസിയുടെ വീട്ടിൽ അപ്രതീക്ഷിത അതിഥിയായി മന്ത്രി എത്തി. നാഷണൽ ഇന്റർസ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പിൽ ലോങ് ജമ്പിൽ കേരളത്തിന് വേണ്ടി സ്വർണം കരസ്ഥമാക്കിയ ആൻസി സോജന്റെ വസതിയിൽ സംസ്ഥാന കായിക യുവജനക്ഷേമ മന്ത്രി ഒ ജെ ജനീഷ് എത്തി. ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്നതിനു വേണ്ടി പരിശീലനത്തിനായാണ് ആൻസി സോജൻ ഇപ്പോൾ ബാംഗ്ലൂരിൽ ഉള്ളത്. എന്നാൽ മന്ത്രി ആൻസിയുടെ വീട്ടിൽ നേരിട്ടെത്തി ആൻസിയുടെ അച്ഛനെയും അമ്മയെയും സഹോദരിയെയും കണ്ട് അഭിനന്ദനം അറിയിക്കുകയായിരുന്നു. മന്ത്രി ഒ ജെ ജനീഷ് കയ്യിൽ കരുതിയ മധുരവും ആൻസിയുടെ കുടുംബത്തിന് നൽകുകയുണ്ടായി. ലോങ് ജമ്പിൽ നിലവിലുണ്ടായ ഏഷ്യൻ റെക്കോർഡ് തന്നെ മറികടക്കുന്ന വനിതാ കായിക താരമാണ് ആൻസി സോജൻ. 22 വർഷമായുള്ള അഞ്ജു ബോബി ജോർജിന്റെ റെക്കോർഡും ആൻസി സോജൻ ഭേദിക്കുകയുണ്ടായി. 6.88 മീറ്റർ ചാടിയാണ് ഈ ചരിത്ര നേട്ടം ആൻസി സോജൻ കൈവരിച്ചത്. കായിക രംഗത്തെ താരങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളെക്കുറിച്ച് മന്ത്രി പ്രത്യേകം എടുത്തു പറഞ്ഞു. പുതിയ കായിക താരങ്ങളെ വളർത്തിയെടുക്കുന്നതിനായി എല്ലാവിധ പിന്തുണയും കായിക മന്ത്രി എന്ന നിലയിൽ ആൻസി സോജന്റെ കുടുംബത്തിന് മന്ത്രി വാഗ്ദാനം നൽകി. കായിക താരങ്ങൾക്ക് ഒട്ടേറെ ആനുകൂല്യങ്ങൾ, സാമ്പത്തിക സഹായം ഉൾപ്പെടെ കഴിഞ്ഞ ഗവൺമെന്റ് കാലത്ത് കുടിശ്ശികയായി കിടക്കുന്നുണ്ട്. കുടിശ്ശിക പരമാവധി വേഗത്തിൽ വിതരണം ചെയ്യുവാൻ ആവശ്യമായ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി പറയുകയുണ്ടായി. തൃപ്രയാർ ചെയർമാൻ സലീഷ് തണ്ടാശ്ശേരി, DCC ജനറൽ സെക്രട്ടറി അനിൽ പുളിക്കൽ, നാട്ടിക മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് PM സിദ്ദിഖ്, നാട്ടിക ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റുമാരായ VD സന്ദീപ്, CV വികാസ്, നാട്ടിക ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി PC മണികണ്ഠൻ എന്നിവർ മന്ത്രിക്കൊപ്പം ഉണ്ടായി. ഒരു ഇടവേളയ്ക്ക് ശേഷം വാർത്താ നേരം തുടരും. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES തൃപ്രയാർ 23 വർഷമായി ഉന്നത വിജയ നിലവാരം നിലനിർത്തുന്ന പ്രശാന്ത സുന്ദരമായ തൃപ്രയാർ പുഴയോരത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനമായ നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES affiliated to കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, അപ്രൂവ്ഡ് ബൈ ഗവൺമെന്റ് ഓഫ് കേരള, AICTE. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സെൽഫ് ഫിനാൻസിംഗ് കോഴ്സുകളായ BCom ഫിനാൻസ്, BCom കോഓപ്പറേഷൻ, BBA, BCA കോഴ്സുകളോടൊപ്പം ഈ അധ്യയന വർഷം മുതൽ ഡിഗ്രിക്കൊപ്പം പ്രൊഫഷണൽ സ്കിൽസും ജോലിയും നേടാൻ സാധിക്കുന്ന ആഡ് ഓൺ കോഴ്സുകൾ ഏവിയേഷൻ ആൻഡ് ലോജിസ്റ്റിക്സ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, സൈബർ സെക്യൂരിറ്റി, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, എത്തിക്കൽ ഹാക്കിംഗ്, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്നിവ നാട്ടികയുടെ മണപ്പുറത്തിൽ NES കോളേജിൽ മാത്രം. കുട്ടികളുടെ കലാകായിക അഭിരുചി പ്രോത്സാഹിപ്പിക്കുന്നതിനോടൊപ്പം തികഞ്ഞ അച്ചടക്കം, മികവുറ്റ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, സുസജ്ജമായ കമ്പ്യൂട്ടർ ലാബ്, വിശാലമായ ഫുഡ് ഹൗസ്. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES തൃപ്രയാർ. ഫോൺ 9745782120, 048724022020. വാർത്താ നേരം തുടരുന്നു. കല്ലൂർ പാറക്കാട് ഉന്നതിയിൽ ഇടിമിന്നലിൽ 2 വീടുകൾക്ക് നാശനഷ്ടം. മുളങ്ങാട്ടുകര കുട്ടപ്പൻ, പുതിയടത്ത് സദൻ എന്നിവരുടെ വീടുകൾക്കാണ് ഇടിമിന്നലേറ്റത്. മുളങ്ങാട്ടുകര കുട്ടപ്പൻ, പുതിയടത്ത് സദൻ എന്നിവരുടെ വീടുകൾക്കാണ് ഇടിമിന്നലേറ്റത്. വീട്ടുകാർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. വലിയ മുഴക്കത്തോടെയാണ് ഇടിമിന്നൽ വീട്ടിൽ പതിച്ചതെന്ന് വീട്ടുകാർ പറഞ്ഞു. ഇടിമിന്നലിൽ 2 വീടുകളിലെയും വൈദ്യുതി, സർവീസ് വയറുകൾ, സ്വിച്ച് ബോർഡുകൾ എന്നിവ കത്തി നശിച്ചു. ടൈലുകൾ തകർന്നതോടൊപ്പം കുട്ടപ്പന്റെ വീട്ടിലെ മതിലിന്റെ ഒരു ഭാഗവും ഇടിഞ്ഞു. KICB അധികൃതർ സ്ഥലത്തെത്തി. തൃക്കൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പോൾസൺ തെക്കുംപീടിക, പഞ്ചായത്ത് അംഗം സന്ദീപ് കണിയത്ത് എന്നിവർ സ്ഥലം സന്ദർശിച്ചു. തൃശൂർ ചിയാരം ഖലീലി ജംഗ്ഷനിൽ ഓടിക്കൊണ്ടിരുന്ന കാറിന് തീപിടിച്ചു. മണ്ണമ്പേട്ട സ്വദേശി സെബിയുടെ കാറിനാണ് തീപിടിച്ചത്. ആളപായമില്ല. തൃശൂരിൽ നിന്ന് മണ്ണമ്പേട്ടയിലേക്ക് പോകും വഴിയാണ് തീപിടിച്ചത്. കാറിന്റെ എഞ്ചിനിൽ നിന്നാണ് തീ പടർന്നത്. ഫയർഫോഴ്സ് എത്തി തീ അണച്ചു. തീരദേശ മേഖലയിൽ രാസലഹരി വിൽപ്പന നടത്തിയിരുന്ന 2 പേർ MDMA-യുമായി പിടിയിൽ. മതിലകം സെന്റ് ജോസഫ് ലാറ്റിൻ ചർച്ചിന് കിഴക്ക് ഭാഗത്ത് വാടകയ്ക്ക് താമസിക്കുന്ന കരൂപടന്ന സ്വദേശി കണ്ണാങ്കുളം വീട്ടിൽ ഇൻസമാമുൽ ഹക്ക്, മതിലകം കൊട്ടേക്കാട് വീട്ടിൽ മുഹമ്മദ് അനസ് എന്നിവരാണ് അറസ്റ്റിലായത്. ഈ മേഖലയിൽ ലഹരി മരുന്ന് വിൽപ്പന വ്യാപകമാകുന്നുവെന്ന പരാതികളെ തുടർന്ന് പോലീസ് പ്രദേശത്ത് രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ ശക്തമായ നിരീക്ഷണം ഏർപ്പെടുത്തിയിരുന്നു. തുടർന്ന് ശനിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം മതിലകം പള്ളിവളവ്
കിഴക്ക് കുരിശ്ശേരി ഭാഗത്തു നിന്നാണ് പ്രതികളെ പോലീസ് പിടികൂടിയത്. ഇവരിൽ നിന്നും വിപണിയിൽ ലക്ഷങ്ങൾ വിലമതിക്കുന്ന ഏകദേശം 2 ഗ്രാം MDMA പിടിച്ചെടുത്തു. തൂഫാൻ സ്പെഷ്യൽ സ്ക്വാഡ് SI പ്രദീപ് CR, ASI ലിജു IR, ASCPO ബിജു CK, CPO സുർജിത് സാഗർ, മതിലകം SI നസിയ M സാഹിബ്, ASI പ്രജീഷ്, GS CPO ഷനിൽ എന്നിവർ ചേർന്നാണ് പ്രതികളെ പിടികൂടിയത്. തൃശൂർ സ്വരാജ് റൗണ്ടിൽ പ്രസ് ക്ലബ്ബ് കെട്ടിടത്തിൽ തുണിക്കടയിൽ മോഷണം. താഴത്തെ നിലയിൽ പ്രവർത്തിക്കുന്ന കടയിലാണ് ഷട്ടർ പൊളിച്ചു മോഷണം നടന്നത്. മേശയിൽ ഉണ്ടായിരുന്ന 1000 രൂപ കവർന്നു. സമീപത്തുണ്ടായിരുന്ന ലാപ്ടോപ്പ് നഷ്ടപ്പെട്ടിട്ടില്ല. ഞായറാഴ്ച രാവിലെ കട തുറക്കാനെത്തിയ കടക്കാർ ഷട്ടർ പൊളിച്ച നിലയിൽ കണ്ടതിനെ തുടർന്ന് ടൗൺ ഈസ്റ്റ് പോലീസിൽ അറിയിക്കുകയായിരുന്നു. ഈ വസ്ത്ര വ്യാപാര സ്ഥാപനം പ്രവർത്തനം ആരംഭിച്ചിട്ട് ഏതാനും ആഴ്ചകളായിട്ടേ ഉള്ളൂ. CCTV ക്യാമറകൾ സ്ഥാപിച്ചിട്ടില്ല. ചാമക്കാല ഇസ്ലാമിക് റിലീഫ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ സ്കൂൾ മദ്രസ തലങ്ങളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ പുരസ്കാരം നൽകി അനുമോദിച്ചു. ചാമക്കാല ദാറു റഹ്മത്ത് മദ്രസ അങ്കണത്തിൽ സംഘടിപ്പിച്ച അനുമോദന സദസ്സിൽ കാഞ്ഞിരപ്പള്ളി ഖത്തീബ് അനസ് അൻവരി പ്രാർത്ഥന നിർവഹിച്ചു. സമസ്ത കേരള ജംഇയ്യത്തുൽ മുഅല്ലമീൻ സംസ്ഥാന കൗൺസിലർ K ജഫർ മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്തു. NA ത്വാഹ അധ്യക്ഷനായി. IRS സെക്രട്ടറി EH കന്ന, ഉമർ ഹുദവി, അൻസാർ വാഫി, സലീം പുറക്കുളം, സനൂബ് അലി, സഫ്വാൻ, ഷമീർ സാലി, CS ഫായിസ്, MS അജിനാസ്, NA താഹിർ എന്നിവർ സംസാരിച്ചു. തിരുവില്ലാമല മലേശ്വാമംഗലം 7-ാം വാർഡിലെ പ്ലാവിൻ ചുവട് സെന്ററിലെ ദ്രവിച്ച മരം പൊതുജനത്തിന് ഭീഷണിയാകുന്നു. 100-ലധികം വർഷങ്ങൾ പഴക്കമുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്ന പ്ലാവാണ് അപകടാവസ്ഥയിലുള്ളത്. ഇതിനടുത്തായി കച്ചവട സ്ഥാപനങ്ങളും ബസ് സ്റ്റോപ്പും വീടുകളും സ്ഥിതി ചെയ്യുന്നുണ്ട്. കാറ്റും മഴയും വ്യാപകമാവുന്ന സാഹചര്യത്തിൽ അധികൃതർ ഉചിതമായ നടപടി സ്വീകരിക്കണമെന്ന് പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു. പുതുക്കാട് ദേശീയപാതയിലേക്ക് ഒഴുകി എത്തിയ മണ്ണ് നീക്കം ചെയ്തു. കാന നിർമ്മാണത്തിനായി കുഴിച്ചെടുത്ത മണ്ണ് സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ നിക്ഷേപിക്കുന്നതിനിടെ കനത്ത മഴയിൽ ദേശീയപാതയിലേക്ക് ഒഴുകിയെത്തുകയായിരുന്നു. ഇതോടെ കുറുമാലി മുതൽ പുതുക്കാട് വരെയുള്ള ഭാഗം ചെളിക്കുണ്ടായി. സംഭവത്തെ തുടർന്ന് അധികൃതർ ടാങ്കർ ലോറിയിൽ വെള്ളം എത്തിച്ച് റോഡിലെ ചെളി നീക്കാൻ ശ്രമം നടത്തിയെങ്കിലും വിജയിച്ചില്ല. പിന്നീട് ഫയർഫോഴ്സ് എത്തിയാണ് ചെളി നീക്കം ചെയ്തത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വിഖ്യാത ഗായിക ഗാനകോകിലം S ജാനകി അന്തരിച്ചു. 88 വയസ്സായിരുന്നു. സെന്റ് ആന്റണീസ് പള്ളി കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഈ വർഷം SSLC +2 പരീക്ഷയിൽ എല്ലാ വിഷയങ്ങളിലും ഫുൾ A+ നേടിയ പുത്തൻപീടിക ഹയർ സെക്കൻഡറി സ്കൂളിലെയും ഇടവകയിലെയും വിദ്യാർത്ഥികളെ ആദരിച്ചു. കയ്പമംഗലം പനമ്പിക്കുന്നിൽ ദേശീയപാതയിൽ KSRTC ബസ് ബൈക്കിലിടിച്ചുണ്ടായ അപകടത്തിൽ ബൈക്ക് യാത്രികന് ഗുരുതരമായി പരിക്കേറ്റു. ഗുരുവായൂരിൽ 65-കാരിയെ കിണറ്റിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ 2 പേർ പിടിയിൽ. ഇതോടെ വാർത്താ നേരം പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.